ാണ് പടച്ച തമ്പുരാൻ ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ദുആ ചെയ്യുവിൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും ഇൻഷാ അല്ലാ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കാരണം അസ്മാഉൽ ഹുസ്നയാണ്, അത് യാതൊരു കുറവും തന്നെ വരുത്തുന്നില്ല. ആയതിനാൽ അസ്മാഉൽ ഹുസ്ന ആരാണോ പതിവാക്കുന്നത് അത് മനസ്സിന്റെ മുറാദുകളെല്ലാം ഹാസിലാവാൻ വേണ്ടി അസ്മാഉൽ ഹുസ്ന ചേർത്ത് പിടിച്ച് ദുആ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്, അത് പതിവാക്കിയാൽ. അതുപോലെ ബുഖാരി മുസ്ലിം ഒരു ഹദീസ് പറയുന്നുണ്ട്, പടച്ച തമ്പുരാന് 99 ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ ആരാണോ ചേർത്ത് പിടിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, അവന് സ്വർഗപ്രവേശനം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ആയതിനാൽ ആ അസ്മാഉൽ ഹുസ്നയെ ചേർത്ത് പിടിക്കുന്ന ആരാണോ അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മളൊരു വീടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്തുദ്ദേശിച്ചിട്ടാണോ പോകുന്നത്, ആ കാര്യം നടക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പോകുന്ന ഒരാള്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ് അഹദ് എന്നത്. യാ അഹദ് യാ അഹദ് എന്ന് 9 തവണ ഒരാൾ പറയുകയും അത് പറഞ്ഞ് ബിസ്മി പറഞ്ഞ് നമ്മുടെ ആ കാര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും.